നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് വെറും ഞായറാഴ്ചയല്ല, ഇന്നൊരു സൂപ്പർ സൺഡേ ആണ്. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ കായിക പ്രേമികളെ സംബന്ധിച്ച് അതൊരു സൂപ്പർ സൺഡേ ആണ്. ദുബായിൽ നടക്കുന്ന മത്സരത്തിലേക്ക് കായിക പ്രേമികൾ മാത്രമല്ല, പൊതുവെ ഇന്ത്യയും പാകിസ്ഥാനും എത്തുമ്പോൾ ക്രിക്കറ്റിനോട് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ആളുകളെല്ലാം ശ്രദ്ധയോടെ ഉറ്റുനോക്കും. സൂപ്പർ സൺഡേയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വളരെ വിശദമായി തന്നെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ കൂടി അതിനോടൊപ്പം ഉണ്ട്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു വളരെ ഗുരുതരമായൊരു ശ്വാസതടസ്സം ഉണ്ടായി. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അല്പം മോശം അവസ്ഥയിലാണ് എന്ന വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ സമ്പന്നമാണ്. പതിവ് പോലെ നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കി തിരിച്ചു വരാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സമുള്ളതായി ജമേലി ആശുപത്രി. ജീവൻ നിലനിർത്താൻ കൂടിയ അളവിൽ ഓക്സിജൻ നൽകുന്നതായി ഡോക്ടർമാർ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. മത്സരം ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മുതൽ. മികച്ച ഫോം തുടരുന്ന ടീം ഇന്ത്യക്ക് മത്സരത്തിൽ മുൻതൂക്കം. ആശമാരുടെ സമരത്തെ BJPയും പിന്തുണച്ചതോടെ പ്രതിസന്ധിയിലായി സർക്കാർ. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന് ഇടതുമുന്നണിയിലും ആവശ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 14ാം ദിവസം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം. ദുരന്ത ഭൂമിയിൽ ഇന്ന് കുടിൽ കെട്ടി സമരം നടത്തും. പ്രതിഷേധം രാവിലെ 8 മുതൽ. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. 2ാം ഘട്ട പുനരധിവാസ പട്ടികയിൽ 81 കുടുംബങ്ങൾ. സംസ്ഥാനത്ത് 28 വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. കാസർകോട്ടെ കോളിക്കുന്ന് പള്ളിപ്പാറ വാർഡുകളിൽ LDF-നെതിരെയില്ലാതെ ജയം. വോട്ടെടുപ്പ് നടക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷനും. തെലങ്കാനയിലെ ടണൽ അപകടത്തിൽ രക്ഷാദൌത്യത്തിന് സൈന്യവും. നാഗർ കുർണൂലിലെ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് 8 പേർ. വെള്ളവും ചെളിയും നിറഞ്ഞത് രക്ഷാദൌത്യം ദുഷ്കരമാക്കുന്നു എന്ന റിപ്പോർട്ട്. ജർമ്മനിയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ്. 6 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ. വലതുപക്ഷ സഖ്യം അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇടതു പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും സൂചന. ഇന്ന് സൂപ്പർ സൺഡേ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോര് നടക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. കണക്കിലും നിലവിലെ ഫോമിലും ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ വമ്പൻ തോൽവി വഴങ്ങിയാണ് പാകിസ്ഥാൻ എത്തുന്നതെങ്കിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വരവ്. പാകിസ്ഥാനെ കീഴടക്കി സെമി ഫൈനൽ പ്രവേശം ഉറപ്പാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ മറുവശത്ത് പാകിസ്ഥാന്റെ പോരാട്ടം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. 29 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു ICC ടൂർണമെന്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തേക്കുള്ള വഴിയാകും ഇന്ത്യയോട് തോറ്റാൽ മുഹമ്മദ് റിസ്വാനെയും സംഘത്തെയും കാത്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ബോളർമാരും ബാറ്റർമാരും ഫോമിൽ. പാകിസ്ഥാന്റെ സ്ഥിതി ഇതല്ല. ബാറ്റിംഗിലെ മെല്ലെപ്പോക്കാണ് പാകിസ്ഥാന് ആദ്യ മത്സരത്തിൽ തിരിച്ചടിയായത്. ഇതിനു പുറമെ സ്റ്റാർ ബാറ്റർ ഫഖർ സമാൻ പരിക്കേറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായതും ടീമിന് കനത്ത തിരിച്ചടിയാണ്. ഫാസ്റ്റ് ബോളർമാരായ ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, നസീം ഷാ സഖ്യത്തിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ്. എന്നാൽ കിവീസിനെതിരെ മൂവർ സംഘത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. കിവീസിനെതിരെ മെല്ലെപ്പോക്കിന് പഴികേറ്റ മുൻ നായകൻ ബാബർ അസമിനും ഇന്ത്യക്കെതിരായ മത്സരം വ്യക്തിപരമായി നിർണായകമാണ്. അതേസമയം വലിയ ഇന്നിംഗ്സ് കളിക്കാൻ സാധിക്കാതെ വലയുന്ന മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ ഫോം ഇന്ത്യക്കും ആശങ്കയാണ്. ബുംറയുടെ അഭാവത്തിൽ പകരക്കാരന്റെ കുപ്പായത്തിലെത്തിയ ഹർഷിത് റാണ ബംഗ്ലാദേശിനെതിരെ തിളങ്ങിയത് ഇന്ത്യക്ക് ആശ്വാസമാണ്.
ദുബായിലെ പിച്ച് വേഗം കുറഞ്ഞതായതിനാൽ തന്നെ സ്പിന്നർമാരുടെ പ്രകടനം നിർണായകമാകും. 5 സ്പിന്നർമാരുള്ള ഇന്ത്യക്ക് ഇത് അനുകൂല ഘടകമാണ്. എന്നാൽ പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാകുമ്പോൾ അവിടെ കണക്കുകൾക്കോ ഫോമിനോ യാതൊരു പ്രസക്തിയുമില്ലെന്നതാണ് ചരിത്രം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്നു. എൽദോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 എന്ത് സംഭവിക്കും എന്നറിയാൻ തന്നെയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ അവസാനം ആ റിപ്പോർട്ടിൽ പറഞ്ഞു നിർത്തിയതുപോലെ കണക്കുകൾ ഇന്ത്യക്ക് എപ്പോഴും ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. പക്ഷേ ദുബായ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഒരു ലക്കി ഗ്രൗണ്ടാണ്. അവിടെ അവർക്ക് മുൻതൂക്കമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ കണക്കുകളുടെയും ചരിത്രത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ എന്തും എപ്പോഴും സംഭവിക്കാമെന്നൊരു ഒരു പ്രതീതി നമുക്കെപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കാറുമുണ്ട്. ഈ രണ്ട് ടീമിൻ്റെയും ഒരു സെറ്റിംഗ് ഒക്കെ വെച്ച് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് മത്സരം നടക്കുമ്പോൾ ഉണ്ടാവാറ് എങ്കിലും ഉറപ്പായും ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്നാണ് ഒരു ഇന്ത്യയിലെ സൂപ്പർ സൺഡേ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കരുതുന്ന പോലെ തന്നെ ICC ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് എപ്പോഴും പാകിസ്ഥാന് മേലൊരു എഡ്ജ് ഉണ്ട്. ഇപ്പോൾ 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ തോൽവി വഴങ്ങി എന്നുള്ളത് ശരി തന്നെ. അപ്പോൾ പോലും ICC ടൂർണമെന്റുകളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ പുലർത്തുന്ന ഒരു മേധാവിത്വമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്കും ഉള്ളത്. ഇനി ഈ മത്സരത്തിൽ നിലവിലെ സാഹചര്യം എങ്ങനെയാകും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയ പാകിസ്ഥാനും ആദ്യ മത്സരത്തിൽ ഒരു ആധികാരിക ജയം സ്വന്തമാക്കി ഇന്ത്യൻ തമ്മിലാകുമ്പോൾ തന്നെ അതിൽ ഏറെക്കുറെ വ്യക്തത വന്നു കഴിഞ്ഞു. മാത്രമല്ല സമീപകാല ഫോം കൂടി പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള മേധാവിത്വം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം മികച്ച ഒരു ടീമാണ് ഇന്ത്യയുടേത്. ലോകത്തെ ഏറ്റവും മികച്ച ടീം ഏതെന്ന് ചോദിച്ചാൽ അതിൽ നിസ്സംശയം അത് നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയാണെന്ന് നമുക്ക് താരങ്ങളുടെ പേരുകൾ എടുത്തുകാട്ടി തന്നെ നമുക്ക് പറയാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇന്ത്യയെ പാകിസ്ഥാൻ എത്രത്തോളം വെല്ലുവിളിക്കാൻ കഴിയുമെന്നുള്ളത് സംശയകരമാണ്. ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ദുബായിൽ പലപ്പോഴും പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് ആവാറുണ്ട്. പാകിസ്ഥാന് കൂടുതൽ പരിചിതമാണ് ഇന്ത്യയെക്കാൾ ദുബായ്. കാരണം നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാനിൽ രാജ്യാന്തര ടീമുകൾ വന്ന് കളി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സമീപകാലത്തെ പ്രകടനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒട്ടുമിക്ക മത്സരങ്ങളും പാകിസ്ഥാൻ കളിച്ചത് അന്ന് ദുബായിലാണ്. അപ്പോൾ പാകിസ്ഥാൻ സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്, പരിചിതമാണെന്നൊക്കെ ശരി തന്നെ. പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ ബാറ്റർമാരെ, ഇന്ത്യയുടെ ബോളർമാരെ എങ്ങനെ പാകിസ്ഥാൻ നേരിടുമെന്ന് കരുതി തന്നെ ഇരിക്കണം. ഇനി ഇന്ത്യൻ ടീമിലാണ് ലോക ബാറ്റിംഗ് നിരയിലെ 1-ാം നമ്പർ താരം ശുഭ്മാൻ ഗില്ലെങ്കിൽ ബബർ അസത്തെ മറികടന്നാണ് ശുഭ്മാൻ ഗിൽ ഒന്നാമതെത്തിയത്. ശുഭ്മാൻ ഗില്ലിന് തൊട്ട് താഴെ ബബർ അസം ഉണ്ട്. അപ്പോൾ അങ്ങനെ 1-2 സ്ഥാനങ്ങളുള്ള ബാറ്റർമാരുടെ പോരാട്ടം കൂടിയായി തന്നെ ഇതിനെ കണക്കാക്കണം. എന്താണെങ്കിലും ICC ടൂർണമെന്റുകളിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലെ ഒരു വീറും വാശിയും പറഞ്ഞ സാഹചര്യമില്ല. എന്നാണെങ്കിലും 2:30 ദുബായിലെ സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കുമ്പോൾ നേരിയ ആശങ്ക മഴയായിട്ടുണ്ടാകുമെന്നൊക്കെ പറയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അത്തരം ഒരു ആശങ്ക വേണ്ട. സാഹചര്യങ്ങൾ അനുകൂലമാണ്. മേഘാവൃതമാണെങ്കിൽ പോലും മത്സരം നടക്കുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഏവരും പുലർത്തുന്നതാണെങ്കിലും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് മുഴുവൻ ക്രിക്കറ്റ് ലോകവും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനായി. ആദ്യ മത്സരത്തിൽ ഇന്ത്യ നമ്മൾക്കറിയാം ബംഗ്ലാദേശിനെ അയൽക്കാരായ ബംഗ്ലാദേശിനെ നേരിട്ടപ്പോൾ ഇന്ത്യ വളരെ മികച്ച രീതിയിൽ തന്നെ ആ ജയം സ്വന്തമാക്കുകയും ചെയ്തു. ബാറ്റർമാരിൽ രോഹിത് ശർമ്മയുടെ ഫോം നേരത്തെ ആശങ്കയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 മത്സരങ്ങൾ പരിശോധിച്ചാൽ രോഹിത് ശർമ്മയും ഫോമിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വലിയ സന്തോഷം പകർന്നു. ബോളർമാരുടെയും മികവുണ്ട്. മുഹമ്മദ് ഷമി അത് വെറ്ററൻ താരമാണെങ്കിൽ പോലും ഷമി വേഗവും അല്ലെങ്കിൽ കൃത്യതയും ആദ്യ മത്സരത്തിൽ പ്രകടമാക്കിയിരുന്നു. അതും ശ്രദ്ധേയമാണ്. ഇനി സ്പിന്നർമാരിൽ ആരൊക്കെയായിരിക്കും അവസരം നേടുക എന്നുള്ളതൊക്കെയാണ് ചോദ്യമായി നിലനിൽക്കുന്നത്. എന്നാലും ഏറ്റവും ഒടുവിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം രോഹിത് ശർമ്മയുടെയും കോച്ച് ഗൗതം ഗംഭീറിന്റെയും തീരുമാനങ്ങൾക്കായി. എങ്ങനെ ഒരു ടീം കോമ്പിനേഷൻ പാകിസ്ഥാനെതിരെ പരീക്ഷിക്കുമെന്നറിയാം. എന്താണെങ്കിലും ക്രിക്കറ്റ് ആരാധകർക്ക് ഇതൊരു സുവർണ ദിനമാണ്. ക്രിക്കറ്റ് ആരാധകർക്ക് വികാരപരമായിട്ടൊരു ദിവസമാണ്. അത് ഈ ഒരു സാധാരണ ക്രിക്കറ്റ് മത്സരത്തിന്റെ ആവേശത്തിനുമപ്പുറം ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാകുമ്പോൾ അത് പറഞ്ഞറിയിക്കേണ്ടാത്ത അത്രമാത്രം ഒരു ലെവലിലേക്ക് ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. തീർച്ചയായും. ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഏതൊരു മത്സരത്തെയും പോലെയാണെന്നാണ്. അതെപ്പോഴും പറയുന്ന ഒരു ക്ലീശേ വാചകമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോഴൊക്കെ പറയാറുണ്ട് താരങ്ങൾ, ഇത് ഞങ്ങൾക്ക് മറ്റേതൊരു മത്സരം പോലെയാണെന്ന്. പക്ഷേ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് അങ്ങനെയല്ല. അങ്ങനെ എല്ലാ മത്സരങ്ങളെയും പോലെ അല്ല. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ അതിൽ അല്പം വികാരത്തിൻ്റെ മേമ്പൊടി കൂടും. അതുകൊണ്ട് തന്നെ ഏവരും
വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. 2:30 ദുബായിലാണ് മത്സരം. നമ്മൾ ഈ സൂപ്പർ സൺഡേ മാച്ചിൻ്റെ വിശേഷങ്ങളിലേക്കും കൂടുതൽ വിശകലനങ്ങളിലേക്കും ഒരു അതിഥിയോടൊപ്പം മടങ്ങിയെത്തും. ഒരു അല്പസമയത്തിനകം മറ്റ് വാർത്തകൾ കൂടി നോക്കിയ ശേഷം നമുക്ക് അതിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഈ ദിവസത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കിയ ശേഷം. അപ്പോൾ എൽദോ, കുറച്ച് കഴിഞ്ഞ് വീണ്ടും കാണാം. മറ്റ് വാർത്തകളിലേക്ക് പോയാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ ഓക്സിജൻ നൽകി. രക്തപരിശോധനയിൽ അനീമിയയുമായി ബന്ധപ്പെട്ട ത്രോംബോസൈറ്റോപീനിയ കണ്ടെത്തിയതോടെ രക്തം നൽകേണ്ടി വന്നു. രഞ്ജിത്ത് രാമേന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നപ്പോൾ എല്ലാവരും വലിയ ആശ്വാസത്തിലായിരുന്നു. പക്ഷേ അപ്പോഴാണ് വളരെ പെട്ടെന്നുണ്ടായ ഈ ശ്വാസതടസ്സം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാക്കി എന്ന വിവരങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ? ശ്രീജ, 130 കോടി വിശ്വാസികൾ പ്രാർത്ഥനയോടെ കഴിഞ്ഞ 2 ആഴ്ചയായി കാത്തിരിക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യത്തോടെ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്ന വിവരങ്ങൾ അത്ര ആശ്വാസകരമല്ല. കാരണം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത് എന്നുള്ളതാണ് ജമേലി ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ വത്തിക്കാൻ ഇങ്ങനെ മാർപ്പാപ്പമാരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കാര്യമായി പുറത്തുവിടാറില്ല. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ വിശ്വാസികൾ, തന്നെ സ്നേഹിക്കുന്നവർ തൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അറിയണം എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഓരോ വിവരവും വിശദമായി തന്നെ ഇത്തവണ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമേലി ആശുപത്രിയുടെ 10ാം നിലയിലെ പ്രത്യേക മുറിയിലാണ് പ്രത്യേക മെഡിക്കൽ ടീമിൻ്റെ സഹായത്തോടുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ സമയമുള്ള എല്ലാ കെയറും നൽകി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വത്തിക്കാനിൽ വലിയ ആശങ്ക ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ 2 ആഴ്ചയായി ജമേലി ആശുപത്രിക്ക് മുന്നിൽ വിശ്വാസികൾ അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇന്നലെ വിശ്വാസികളുടെ വലിയൊരു സമൂഹം അവിടേക്ക് എത്തുകയും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. തീർത്തും ആശങ്കാജനകം തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. ഒപ്പം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇന്നലെ രക്തം കൂടുതലായി അദ്ദേഹത്തിന് നൽകി എന്നുള്ള വിവരം കൂടി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശ്വാസതടസ്സം കൂടിയതിനാൽ കൃത്രിമമായ ശ്വാസം, ആദ്യമായി അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകേണ്ട അവസ്ഥ കൂടി ഇന്നലെ വന്നു എന്നുള്ളതാണ് സ്ഥിതിഗതികൾ ആശങ്കാജനകമാകുന്നത്. പൂർണ്ണമായും പ്രാർത്ഥിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി എന്ന് വിശ്വാസികളോട് വത്തിക്കാൻ അഭ്യർത്ഥിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇന്നലെ ഉണ്ടായി. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം അല്പം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതീവ വഷളാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിളർച്ച എന്ന രോഗം അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ് പീനിയ എന്നൊരു പ്രത്യേക അവസ്ഥയിൽ കൂടി അദ്ദേഹം കടന്നു പോകുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ട്. മാർപ്പാപ്പ അനുഭവപ്പെടുന്ന ഏറ്റവും പ്രശ്നം ഈ അണുബാധ തന്നെയാണ്. അത് നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് ജമേലി ആശുപത്രി അധികൃതർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്നത്. പക്ഷേ അത് ഫലം കാണുന്നില്ല എന്നുള്ളതാണ് സ്ഥിതിഗതികൾ ഗൗരവതരമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് എന്ന് മെലോണിയും വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ അണുബാധയാണ് വലിയൊരു പ്രശ്നമായി ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ആശുപത്രിയിലെ അദ്ദേഹത്തെ നോക്കുന്ന ഡോക്ടറുടെ സംഘത്തലവൻ ഡോക്ടർ ലൂയിജി കാർബൺ അറിയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം ജമേലി ആശുപത്രിയിലെ മെഡിസിൻ ആൻഡ് സർജറി മേധാവി ഡോക്ടർ സെർജിയോ ആൽഫിയെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആശങ്കാജനകമാണ് കാര്യങ്ങൾ, അപകടനിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ 130 കോടി വിശ്വാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചെത്തും എന്നുള്ള വിശ്വാസത്തിലാണ്. ഇന്നും നമുക്കറിയാം വത്തിക്കാനിലെ ദേവാലയത്തിൽ പ്രാർത്ഥനയുണ്ട്. തുടർച്ചയായി 2ാമത്തെ ഞായറാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യമില്ലാതെ നേതൃത്വമില്ലാതെയുള്ള പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്നത്. അതും വിശ്വാസികളെ ഏറെ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. ശ്രീജ, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേരളത്തിലും ഞായറാഴ്ച പ്രാർത്ഥനകൾക്കൊപ്പം പാപ്പയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് വത്തിക്കാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതുവരെ ചരിത്രത്തിൽ പതിവില്ലാത്തതുപോലെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ വിശ്വാസികളെ അറിയിക്കാൻ പാപ്പ നിർബന്ധം പിടിച്ചിരുന്നു. അതനുസരിച്ച് വിവരങ്ങൾ അപ്പോൾ എത്തുന്നുണ്ട്.
അതുപ്രകാരമാണ് വളരെ ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലൂടെയാണ് മാർപ്പാപ്പ കടന്നു പോകുന്നത് എന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി, ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനായി വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥിക്കാം. മറ്റ് വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന്, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ തുടങ്ങിയ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡിലേക്കും 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി, 22 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 52 സ്ത്രീകൾ ഉൾപ്പെടെ 87 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 77 പോളിംഗ് ബൂത്തുകളിലായി 59,116 വോട്ടർമാരാകും വോട്ട് രേഖപ്പെടുത്തുക. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതലാകും വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ. വോട്ടെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പോളിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കിയായിരുന്നു LDFന്റെയും UDFന്റെയും BJPയുടെയും പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 28 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാ മുന്നണികളും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. ഡാൻ, ഒരു 30 തദ്ദേശ ഭരണ വാർഡുകളിലേക്കൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് അത്ര വലിയൊരു കാര്യമാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഒരു മൂഡ് ഓഫ് ദ നേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മൂഡ് ഓഫ് ദി ഗ്രൗണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകാനിരിക്കെ അതിന് തൊട്ടു മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു സെമി ഫൈനൽ പ്രതീതിയുണ്ട്. ഒപ്പം എന്താണ് ഗ്രൗണ്ടിലെ ഫീലിംഗ്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ നിലയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ്? ശ്രീജ, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു പൊതുവികാരം, അല്ലെങ്കിൽ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന തരത്തിലേക്ക് മാറും എന്നൊരു വ്യാഖ്യാനം വന്നത്. ഈ 13 ജില്ലകളിലും ഒരുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന കാര്യം കൊണ്ടാണ്. അവിടെ തന്നെ കാസർഗോഡ് നേരത്തെ സൂചിപ്പിച്ച പോലെ ചീമേനി ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ 2 വാർഡുകളിൽ എതിരില്ലാതെയാണ് ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശേഷിക്കുന്ന 28 വാർഡുകളിലേക്കാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡ്, അവിടെ എല്ലാ മുന്നണികളും ശക്തമായ മത്സരമാണ് നടത്തുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി BJPക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയായിരുന്നു. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ എത്തി. CPMന് വേണ്ടി CPIയുടെ സ്ഥാനാർത്ഥിയാണ് ഹരികുമാറാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയും അവിടെ മുതിർന്ന ഇടതു നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ഇന്നലെ വൈകുന്നേരവും കൊട്ടിക്കലാശത്തിലും അങ്ങനെ തന്നെയായിരുന്നു സാഹചര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് 13 ജില്ലകളിലായി 28 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന് പൂർണ്ണമായിട്ടൊന്നും പറയാൻ കഴിയില്ല എങ്കിലും അത് കൃത്യമായി ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടി ഉണ്ടാകും എന്ന പ്രചാരണം നടത്തിക്കൊണ്ടാണ് UDFും BJPയും ഉൾപ്പെടെ ഈ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന ഒരു വിശേഷണം ഈ ഉപതെരഞ്ഞെടുപ്പിന് വരാൻ പോകുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വേണ്ട നടപടികൾ, ഈ വോട്ടെടുപ്പ് നടക്കുക. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ചില മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 77 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. അവിടെ കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതടക്കമുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുമാണ് പോലീസും അതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 7 മണി മുതലായിരിക്കും ഈ എല്ലാ മുന്നണികളും ഒരുപോലെ ഉദ്വേഗത്തോടെ നോക്കിക്കാണുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുക.
ഡാൻ, ഈ തിരുവനന്തപുരത്തേക്കൊക്കെ വന്നാൽ ശ്രീവരാഹത്തൊക്കെ ഏതാണ്ട് വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ പ്രതീതിയിൽ കാടടച്ചുള്ള പ്രചാരണം നടക്കുന്നു, മുതിർന്ന നേതാക്കളടക്കം പോകുന്നു. അതായത് ഇപ്പോൾ ഇടതുമുന്നണി അടക്കം മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുൻപ് വളരെ ഗൗരവത്തോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ, ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടെന്നല്ലേ മനസ്സിലാവുന്നത്? ഞാനത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് ഇതിനെ 13 ജില്ലകളിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ശ്രീവരാഹത്തെ സംബന്ധിച്ച് പുനർനിർണയത്തിൽ ആ വാർഡ് ഇനിയില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീവരാഹം എന്ന സ്ഥലത്ത് വാർഡിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും, ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഇനി അവിടെ നിന്നൊരു പ്രതിനിധി ഉണ്ടായിരിക്കില്ല ഈ നഗരസഭയിലേക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വൈകാരിക തലം കൂടിയുണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം BJPയും LDF തമ്മിൽ സാധാരണയായി നടക്കുന്ന മണ്ഡലത്തിൽ കൃത്യമായി UDFും പ്രചാരണം ശക്തമായ പ്രചാരണം നയിക്കുകയും മുതിർന്ന നേതാക്കളെ തന്നെ പ്രചാരണത്തിന് വേണ്ടി അവിടെ എത്തിക്കുകയും ചെയ്തു. ഇന്നലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി അവിടെ പ്രചാരണം നടത്തുന്ന കാഴ്ചയായിരുന്നു രാവിലെ കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് 3 മുന്നണികളും ശ്രീവരാഹത്ത് ഉൾപ്പെടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു സ്ഥലം അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവിടെ ജനങ്ങൾ ആർക്കൊപ്പം, ജനവിധി ആർക്കൊപ്പം എന്നത് ഏറ്റവും ഉദ്വേഗമുണർത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. 25-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കാണ് വോട്ടെണ്ണൽ നടക്കുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 13 ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകൾ ഉണ്ട് എന്നതിനാൽ തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനൽ പ്രതീതിയിലാണ് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെയാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത്. അതിനൊടുവിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് 28 തദ്ദേശ വാർഡുകളിൽ. മറ്റു വാർത്തകളിലേക്ക് പോകാം. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഷുഹൈബിന്റെ മൊഴി പുറത്ത്. അധ്യാപകരാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നും അതിൽ ഇടപെട്ടിട്ടില്ലെന്നുമാണ് ഷുഹൈബിന്റെ മൊഴി. അതേസമയം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ വന്നത് യാദൃശ്ചികമാണെന്ന് ഷുഹൈബ് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും. അനീഷ്, ഈ യാദൃച്ഛികത അല്ലെങ്കിൽ എങ്ങനെയോ ആ ചോദ്യങ്ങൾ അതേപടി വന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്വേഷണ സംഘം എന്താണ് കരുതുന്നത്? ആ വാദങ്ങൾക്കപ്പുറത്തേക്ക് ഇത് എങ്ങനെ ചോർന്നു എന്നതിലേക്ക് ഷുഹൈബിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ? ശ്രീജ, ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിനാൽ ഒപ്പം ഒറ്റ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന നിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്നലെ രാവിലെ ഏതാണ്ട് 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞത്. ഈ പരിധിക്കുള്ളിൽ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്ന നിലപാടാണ് ഷുഹൈബ് ആവർത്തിച്ചത്. നേരത്തെ ഷുഹൈബിൻ്റെ കീഴിലുള്ള അധ്യാപകർ ഈ യൂട്യൂബ് ചാനലിൽ ഈ ചോദ്യപേപ്പറുകൾ അവതരിപ്പിച്ച 2 അധ്യാപകരെ, ഒരു ഫഹദും അടുത്തത് ജിഷ്ണുവും, ഈ 2 അധ്യാപകരെയും ചോദ്യം ചെയ്തപ്പോൾ ഈ ചോദ്യക്കടലാസുകൾ യൂട്യൂബിൽ അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഷുഹൈബ് എത്തിച്ച് നൽകിയതാണ്. മറ്റു കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ചർച്ചകൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ നടത്തുമ്പോൾ ചോദ്യങ്ങൾ ഷുഹൈബ് തന്നെയാണ് തരപ്പെടുത്തി തരുന്നത് എന്നവർ പറയുകയും ചെയ്യുന്നു. മറ്റു കാര്യങ്ങൾ എവിടെ നിന്നാണ് ചോദ്യപേപ്പർ എത്തിയത്, എങ്ങനെയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത് എന്നീ വിശദാംശങ്ങളൊന്നും അറിയില്ല. നേരിട്ട് ചോദ്യപേപ്പർ തരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, അതായത് യൂട്യൂബിൽ സംപ്രേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ചോദ്യപേപ്പർ നൽകിയത്. ഇത് തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ ഷുഹൈബിന് അറിയാം എന്നാണ് ഈ 2 പ്രതികളും മൊഴി നൽകിയത്. ഇവരെ കഴിഞ്ഞ ആഴ്ച പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷുഹൈബിനെ ചോദ്യം ചെയ്തത്. പക്ഷേ പൂർണ്ണമായും ഈ അധ്യാപകരെ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴിയാണ് ഷുഹൈബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ സംബന്ധിച്ച ഒരു കാര്യങ്ങളും തനിക്ക് അറിയില്ല. അധ്യാപകർ തയ്യാറാക്കിയ ചോദ്യപേപ്പറാണ് യൂട്യൂബിൽ അവതരിപ്പിച്ചത്. സാധാരണഗതിയിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവകാശം ഈ അധ്യാപകർക്ക് നൽകാറുണ്ട്. ഓരോ വിഷയങ്ങളിലെയും വിദഗ്ധരായ ആളുകളെയാണ് ഇത്തരത്തിൽ അധ്യാപകരായി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കാണ് പൂർണ്ണമായും ഈ ചോദ്യപേപ്പറിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് ഷുഹൈബ് പറയുന്നത്. ഒപ്പം ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതേ ചോദ്യങ്ങൾ വന്നത് തികച്ചും യാദൃച്ഛികമാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലില്ല എന്ന് ഷുഹൈബ് പറയുകയും ചെയ്യുന്നു. പക്ഷേ നേരത്തെ ഷുഹൈബ് ഈ മാധ്യമങ്ങൾ
അടക്കം ആദ്യഘട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ നൽകിയ മൊഴി താൻ മറ്റ് ചില ചോദ്യക്കടലാസുകൾ ഇതുപോലെ ചർച്ച ചെയ്യുന്ന യൂട്യൂബ് പേജുകളിൽ നിന്നും പകർത്തി എഴുതിയതാണ്, അതിനുശേഷം ഇത് ഏകോപിപ്പിച്ചുണ്ടാക്കിയ ഒരു ചോദ്യപേപ്പറാണ് ഈ അവതരിപ്പിച്ചത് എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. എന്നാൽ അതിന് വിപരീതമായ ഒരു മൊഴിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് നാളെ തന്നെ കോടതിയെ അറിയിക്കും. ചൊവ്വാഴ്ച ഈ ഷുഹൈബിൻ്റെ ഹർജി, മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പലവട്ടം പരിഗണിച്ച് മാറ്റിവെച്ച ഒരു ഹർജിയാണ്. അന്നൊക്കെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ടെങ്കിലും കൃത്യമായൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് തങ്ങൾ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാം എന്ന് ഷുഹൈബിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും കോടതി വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് മറ്റു വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും ഇന്ന് മഞ്ചേരിയിൽ നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കും. ഭരണഘടനാ വിഷയങ്ങളും വനം വന്യജീവി ആക്രമണങ്ങളും തുടങ്ങി 2 വിഷയങ്ങളിലാണ് സെമിനാർ. ഉച്ചയ്ക്ക് 2 മണിക്കും ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരി മെട്രോ വില്ലേജിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലെ എത്തിയ 2 പേരും ഇന്ന് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്? ഈ സെമിനാറുകൾക്കപ്പുറത്തേക്ക് PV അൻവറിൻ്റെ ഒരു സ്വീകാര്യത, PV അൻവറിനെ UDF-ലേക്ക് എത്തിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കൂടി ഈ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ എന്ന നിലയ്ക്ക് ആ ഒരു ദൗത്യം കൂടി ഇരുവരും നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ സെമിനാറിൻ്റെ പ്രാധാന്യത്തേക്കാൾ കൂടുതൽ ഈ ദേശീയ നേതാക്കളുടെ സന്ദർശനത്തിലെ രാഷ്ട്രീയമാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. PV അൻവറിന് UDF-ലേക്ക് എടുക്കുക, അതിന് വലിയ തോതിൽ ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ദേശീയ നേതാക്കളായ ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയൊക്കെ കേരളത്തിൽ വന്ന് PV അൻവറിൻ്റെ കൂടെ സാമുദായിക നേതാക്കളെ കണ്ട് അത്തരത്തിൽ സെമിനാറുകളിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച് PV അൻവർ ഞങ്ങളിൽ ഒരാളാണെന്ന വലിയ ഒരു സന്ദേശം നൽകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ താൻ എവിടെയും അഭയം കിട്ടാത്ത ഒരാളല്ല, താനൊരു ദേശീയ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് എന്ന ഒരു മെസ്സേജ് ഇവരുടെ സന്ദർശനത്തിലൂടെ അൻവറും നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ UDF പ്രവേശനത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നൊരു സാഹചര്യം തീർക്കുമെന്ന് വേണം വിലയിരുത്താൻ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണെന്നുള്ള ആദ്യം അവർ പോയി കണ്ടത്. നമുക്കറിയാം, അദ്ദേഹം തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസിൻ്റെ അടുപ്പിക്കുന്നതിനെതിരെ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെ ഉള്ളവരൊക്കെ തൃണമൂലുമായി സഖ്യം വേണ്ട എന്ന പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുമ്പ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ തൃണമൂൽ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അതൊരു രാഷ്ട്രീയമാണ്. സ്വാഭാവികമായിട്ട് അൻവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. തനിക്ക് ഈ മേഖലയിലെല്ലാം സ്വാധീനമുണ്ട് എന്ന് ദേശീയ നേതാക്കളെയും അൻവറിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലും നേതൃനിരയിലും ഒരു വേണ്ട രീതിയിൽ പരിഗണനയുണ്ട് എന്ന സന്ദേശം ഇവിടെ UDF-ലും നൽകുക എന്ന ഒരു ഇരട്ട ലക്ഷ്യം തന്നെയാണ് ഈ നേതാക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടികളുടെ ഒരു ലക്ഷ്യമായിട്ട്, ഉദ്ദേശമായിട്ട് നമുക്ക് കാണേണ്ടത്. ഇന്ന് 2 വിഷയങ്ങളിലുള്ള സെമിനാറിലാണ് അവർ പങ്കെടുക്കുന്നത്. ഒന്ന് ഭരണഘടന നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തിലും അതുപോലെ തന്നെ വനം വന്യജീവി ആക്രമണത്തെക്കുറിച്ചുള്ള വിഷയത്തിലും. ഈ 2ലും ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരെയും ഒന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഈ 2 സെമിനാറിലും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അവരുടെ സന്ദർശനം, അതിൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തലും മറ്റ് ലക്ഷ്യങ്ങളും ഭാവിയൊക്കെ ആ ഒരു കൂടിക്കാഴ്ചയിൽ അവർ പങ്കുവയ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഹുവ മൊയ്ത്രയും ഡെറക് ഒബ്രിയാനും ഇന്നലെ കേരളത്തിലെത്തിയതാണ്. അവർ ഇന്ന് മറ്റ് നേതാക്കളെയൊക്കെ കണ്ടതിന് ശേഷം ഇന്നത്തെ സെമിനാറും കഴിഞ്ഞിട്ടായിരിക്കും മാധ്യമങ്ങളെ കാണുക. നമുക്ക് അവരുടെ വാർത്താ സമ്മേളനത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇന്ന് സൂപ്പർ സൺഡേ ആണ്. ആ വിശേഷങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് നമ്മൾ ഒരിക്കൽ കൂടി. ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിൽ.
ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോർ ഇന്ന് നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നിലവിലെ ഒരു ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ, കണക്കുകളുടെ പിൻബലമൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് നേരിയ മുൻതൂക്കം ഉണ്ടെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ അതിലെ ഉദ്വേഗം ഇഞ്ചോടിഞ്ചായിരിക്കും. ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം ശ്രീ ടിനു യോഹന്നാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടിനു. ഒരു സൂപ്പർ സൺഡേ മോർണിംഗ് എങ്ങനെയാണ്? സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരാധകരെ സംബന്ധിച്ചോ ഒക്കെ ഇന്നിനി ഉച്ചയ്ക്ക് 2:30 വരെയുള്ള ഒരു സമയത്ത് ഒരു സമാധാനം ഉണ്ടാവും തോന്നുന്നില്ല. ടിനു യോഹന്നാൻ എന്ന ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ച് ഒരു സൂപ്പർ സൺഡേ. ഇപ്പം ഇന്നലെ ശുഭ്മാനൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇത് ഏതൊരു മത്സരം പോലെയാണെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്, അതുപോലെയാണോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വളരെ ആവേശം നിറഞ്ഞ ഒരു സൺഡേ തന്നെയായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ കളത്തിലേക്ക് വരുമ്പോൾ ഏതൊരു ഇന്ത്യ പാകിസ്ഥാൻ കളിയും മുന്നിൽ നമുക്കറിയാം ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം ഇവിടെ ഉള്ളത്. പക്ഷെ ഏത് രീതിയിലുള്ള പാകിസ്ഥാൻ ആയിരിക്കും ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. പാകിസ്ഥാൻ എങ്ങനെ വേണമെങ്കിലും ആവാം. കഴിഞ്ഞ കളി ന്യൂസിലാൻഡായിട്ട് അവർ തകർന്നടിഞ്ഞു. പക്ഷെ ഇന്ന് അവർ ജയിച്ചില്ലെങ്കിൽ അവർ ഡൂ ആൻഡ് ഡൈ ആണ്. അവരുടെ നാട്ടിൽ നടക്കുന്ന, അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ്, പക്ഷെ ദുബായിലാണ് കളിക്കുന്നതെങ്കിലും പക്ഷെ ഡൂ ആൻഡ് ഡൈ ആണ്. ഇന്ന് ജയിച്ചില്ലെങ്കിൽ അവർ ഓൾമോസ്റ്റ് ടൂർണമെന്റിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പണ്ട് ഇമ്രാൻഖാന്റെ ആ ഒരു കേജ്ഡ് ടൈഗേഴ്സിനെ പോലെ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കളി നമുക്ക് ഇന്ന് ഈ സൂപ്പർ സൺഡേയിൽ പ്രതീക്ഷിക്കാം. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരു ഫൈറ്റ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരെ വരികയാണെങ്കിൽ, അവരുടെ ബെസ്റ്റ് ക്രിക്കറ്റ് കളത്തിൽ ഇറക്കുകയാണെങ്കിൽ നല്ലൊരു സൺഡേ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കഴിഞ്ഞ 2 മത്സരങ്ങൾ നമ്മളെപ്പോഴും കണക്കുകൾ വെച്ചാണ് ക്രിക്കറ്റിൽ വിലയിരുത്തലുകളൊക്കെ നടത്താറുള്ളത്. ICC ഈ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ ശേഷമുള്ള 2 മത്സരങ്ങളിൽ ഇന്ത്യക്ക് നല്ല ഒരു മുൻതൂക്കത്തോടെ ഇന്ത്യ വരുന്നുണ്ട്. പക്ഷേ അതേസമയം സ്വന്തം നാട്ടിൽ തകർന്നടിഞ്ഞതിൻ്റെ ഒരു വിഷമത്തിലാണ് പാകിസ്ഥാൻ വരുന്നത്. അപ്പോൾ അതൊന്നും പക്ഷേ ദുബായിൽ എത്തുമ്പോൾ ഒരു ഘടകമാവും തോന്നുന്നില്ല. കാരണം ദുബായ് അവർക്ക് അത്ര കംഫർട്ടബിൾ പിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അവരവിടെ പ്രായോഗിക പരിചയമുള്ള കോച്ചിനെ കൊണ്ട് അവിടെ കൂടുതൽ ട്രെയിനിങ് എടുക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദുബായ് എത്രത്തോളം ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട്? നമുക്ക് ICCയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 8 മത്സരത്തിൽ 7 ജയിച്ച ഒരു ചരിത്രമൊക്കെ നമുക്കുണ്ട്. പക്ഷേ ദുബായ് എത്രത്തോളം ആ രീതിയിൽ നമുക്കും ഒരു വെല്ലുവിളിയാണ്? കറന്റ് ഫോം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസ് ജയിച്ചു വന്നു. ഓൾമോസ്റ്റ് എല്ലാ കളിയും അവിടെ ജയിച്ചിരുന്നു. ഇപ്പൊ ICCയിൽ ബംഗ്ലാദേശായിട്ട് ടഫ് ഗെയിം ആയിരുന്നു, അത് ജയിച്ചു വന്നു. ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ദുബായിൽ ഓൾറെഡി ഒരു കളി കളിച്ച് വരികയാണ്. അപ്പോൾ ആ പിച്ച് കണ്ടീഷൻസ് ഒക്കെ അതേ ഗ്രൗണ്ടിലാണ്, പിച്ച് ഡിഫറെന്റ് ആയിരിക്കും, അതേ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് കുറച്ചും കൂടെ ഒരു മുൻതൂക്കം കണ്ടീഷൻസിന്റെ കാര്യത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാകിസ്ഥാൻ ഹോമിലാണ് ഫസ്റ്റ് ഗെയിം കളിച്ചത്. അവർ ട്രാവൽ ചെയ്ത് ദുബായിൽ വരികയാണ്. അറിയാം പാകിസ്ഥാൻ അവിടെ ഒരുപാട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, പാകിസ്ഥാൻ അറിയായിരിക്കും. പക്ഷെ ഒരു T20 ടൂർണമെന്റ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതേ ഗ്രൗണ്ടിൽ ദുബായിൽ. അതുകൊണ്ട് പിച്ചസ് എല്ലാം അല്പം ഒരു ഡെഡ് കൈൻഡ് ഓഫ് പിച്ചാണ്. വലിയ ലൈഫ് ബോളേഴ്സിനില്ല. അവിടെയാണ് ഒരു സ്ലോവിഷ് കൈൻഡ് ഓഫ് വിക്കറ്റാണ്. അവിടെയാണ് സ്ട്രാറ്റജി 2 ടീമും വർക്ക് ചെയ്യേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. സ്പിന്നിന് എപ്പോഴും ഒരു മുൻതൂക്കം ഈ കളിയിൽ ഉണ്ടാവും. അപ്പം പാകിസ്ഥാൻ എത്ര സ്പിന്നേഴ്സിനെ, ക്വാളിറ്റി സ്പിന്നേഴ്സിനെ, വെറും സ്പിന്നേഴ്സ് അല്ല, ക്വാളിറ്റി സ്പിന്നേഴ്സിനെ കളത്തിൽ ഇറക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ പക്ഷത്തിൽ 5 സ്പിന്നേഴ്സിനെ കൊണ്ടാണ് പോയിരിക്കുന്നത്. വരുൺ ചക്രവർത്തി കളിക്കുന്നില്ല 11-ൽ. വരുൺ ചക്രവർത്തി ആ മിസ്റ്ററി ആയിട്ട് ഇന്ന് വരുമോ, അതെല്ലാം കണ്ടറിയേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യക്ക് തന്നെയാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മുൻതൂക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒന്നിച്ചു വരുന്ന ആ ഡ്യുവോ ഇനി ഒരുപാട് കാലം കാണാൻ കഴിയുമോ എന്നൊരു സംശയമൊക്കെ ക്രിക്കറ്റ് ആരാധകർക്കുണ്ട്. അപ്പോൾ കോഹ്ലിയെ സംബന്ധിച്ച് ഈ മാച്ച്, ഈ ടൂർണമെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കോഹ്ലി പക്ഷേ ഇപ്പോഴും അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെയൊക്കെ 2 മണിക്കൂർ നേരത്തെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ആ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പാകിസ്ഥാൻ അതിനെ എപ്പോഴും പാകിസ്ഥാന് ഭയമുള്ളൊരു ഡ്യുവോ ആണത്. കോഹ്ലി പോലത്തെ ഒരു പ്ലെയർ നമ്മൾ നോക്കുമ്പോൾ അതേ പെർഫോമൻസ് വരുന്നില്ല, ഒരു ഔട്ട് ഓഫ് ഫോമിൽ കൂടെ പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രഷർ ഉള്ള സിറ്റുവേഷൻസിലാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് കളിയും ബെസ്റ്റ് ആറ്റിറ്റ്യൂഡും ഫീൽഡിൽ കൊണ്ടുവരുന്നത്. നമ്മള്
കഴിഞ്ഞ T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പതറി നിൽക്കുന്ന ഒരു സമയത്ത് കോഹ്ലിയുടെ ആ ഒരു 50, അതുപോലെ പ്രഷർ സിറ്റുവേഷൻസിൽ അദ്ദേഹം കൈ ഉയർത്തുന്ന ഒരു പ്ലെയർ ആണ്. ഓൾവേസ് 100% ഫീൽഡിൽ കൊടുക്കുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മാച്ചുകളിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലി ഹിസ് പ്രസൻസ്, അദ്ദേഹത്തിന്റെ പ്രസൻസ് മാത്രം മതി ആ ടീമിൽ ഒപ്പോണൻസിന് ആ ഒരു ഭയം കൊണ്ടുവരാൻ. കോഹ്ലി ഉണ്ടല്ലോ എന്നുള്ള ചിന്ത. ഫോം കോഹ്ലിയുടെ ക്ലാസ് നമുക്കറിയാം, എപ്പോ വേണമെങ്കിലും അത് പുറത്ത് കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ രോഹിത് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് കാണാൻ പോകുന്നത്. അദ്ദേഹം ഒരു ഫിയർലെസ് കൈൻഡ് ഓഫ് ക്രിക്കറ്റ് ആണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം പെർഫോം ചെയ്താലും ചെയ്തില്ലേലും പുള്ളിക്ക് ഒരു വ്യത്യാസവുമില്ല. പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഓൺ ദ ഫീൽഡ്, ഞാൻ ടീമിന് വേണ്ടി കളിക്കും, ഞാൻ കളിക്കുന്ന രീതിയിൽ അത് ഒരു മാറ്റം ഉണ്ടാവില്ല. ആദ്യത്തെ ബോൾ തന്നെ അഗ്രസീവ് ഇന്റന്റോടെ ആയിരിക്കും കളിക്കുന്നത്. അതാണ് രോഹിത് ശർമ്മയെ ഡേഞ്ചർ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലെയറിന്റെ സാന്നിധ്യം ഈ ടീമിൽ ഇപ്പോൾ നിലവിൽ വളരെ വലുതാണ്. ഇതുപോലെ ഒരു ICC ചാമ്പ്യൻസ് ട്രോഫി പോലത്തെ ഒരു ടൂർണമെന്റ് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നത് ശുഭ്മാൻ ഗില്ലിൻ്റെ ഫോമിലാണ്. ശുഭ്മാൻ അത്ര ഗംഭീരമായി കളിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം അപ്പുറത്ത് ബാബർ അസമും അതേപോലെയാണ്. എപ്പോൾ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാവുന്ന പ്രതിഭയുള്ള ഒരു ക്രിക്കറ്ററാണ് ബാബർ അസം. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ആ ടീം ലൈനപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് എവിടെയാണ് ടിനുവിന് തോന്നുന്നത്? ഒരുപാട് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാബർ ആസമിനും റിസ്വാന്റെ മേളിലാണ്. അത് സംശയമില്ലാതെ നമുക്ക് പറയാം. ഫഖർ സമാൻ ഇഞ്ചേർഡ് ആയിട്ട് പുറത്തു പോയിരിക്കുന്നു. അദ്ദേഹമായിരുന്നു ഒരു മെയിൻ സ്റ്റേ. ആ ബാറ്റിംഗിൽ മെയിൻ സ്റ്റേ എന്ന് പറയുമ്പോൾ ആ ഇന്നിങ്സ് ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഫഖർ സമാൻ. അദ്ദേഹത്തിന്റെ ചുറ്റുമായിരുന്നു ബാക്കി എല്ലാവരും കളിക്കാനായിട്ടുള്ള പ്ലാൻ. ഇപ്പൊ ഫഖർ സമാൻ ഇല്ല. അപ്പം ആര് അകത്ത് വരും? ഇമാമുൽ ഹക്ക് അകത്ത് വരുമോ? എന്നാലും അവിടെ കുറച്ച് ഇൻഎക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് ബാബറിനും റിസ്വാനും വലിയൊരു ചുമതല തന്നെയായിരിക്കും ഈ കളിയിൽ ബാറ്റിംഗ് ലൈനപ്പെ സംബന്ധിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ പാകിസ്ഥാൻ എപ്പോഴും സ്ട്രെങ്ത് അല്ലെങ്കിൽ കളികൾ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോളിംഗ് കാരണമാണ് 90% ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഷഹീൻ ഷാ അഫ്രീദി, നസീം ഷാ ആൻഡ് ഹാരിസ് റൌഫ്, ഈ 3 പേരുടെ ഫോമാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ പാകിസ്ഥാന് നിർണായകമാവാൻ പോകുന്നത്. എസ്പെഷ്യലി പവർ പ്ലേ ഓവേഴ്സിൽ ഈ ഫാസ്റ്റ് ബോളേഴ്സിന് തിളങ്ങാൻ കഴിയുമെങ്കിൽ, അവർക്ക് ഇന്ത്യയുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും ബാക്ക് ഫുട്ടിലേക്ക് പോകും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരു സ്കോറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കണക്ക് തീർക്കാനുള്ളത് ആ 2017 തോൽവിയുടെ ഒരു കണക്കാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അന്ന് നമ്മൾ അത്രയേറെ വിഷമിച്ച് നാണം കെട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിൽ ടിനുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കംഫർട്ടബിൾ എഡ്ജ് കിട്ടണമെങ്കിൽ എത്ര ആദ്യം ബാറ്റിംഗ് ചെയ്യുന്നവർക്കായിരിക്കും? എന്താണ് പൊതുവെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള ഒരു പ്രൊജക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? കഴിഞ്ഞ കളി ഇന്ത്യ ബംഗ്ലാദേശ് കളി ഇതേ ഗ്രൗണ്ടിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പിച്ചിൽ നടന്നു. പക്ഷേ പിച്ചിനൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ലോയിഷ് കൈൻഡ് ഓഫ് പിച്ച് ആയിരിക്കും. എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ടൂർണമെന്റ് കഴിഞ്ഞു നിൽക്കുകയാണ്. എല്ലാം പിച്ചും ഓൾറെഡി യൂസ്ഡും അത് തേഞ്ഞ് കഴിഞ്ഞ് അതിന്റെ ശക്തി അല്ലെങ്കിൽ ഊർജ്ജം എല്ലാം തീർന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. സ്ലോ ആയിരിക്കും. അതുകൊണ്ട് വലിയ സ്കോറുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരു 270 താഴെ ആയിരിക്കും, 280 താഴെയൊക്കെ ആയിരിക്കും ഒരു വിന്നിങ് സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. ഡെഫിനറ്റ്ലി ബാറ്റിംഗ് ഫസ്റ്റ് ആയിരിക്കും പിച്ചിൽ ഓപ്ഷൻ. കഴിഞ്ഞ കളി പക്ഷെ ബംഗ്ലാദേശായിട്ട് നമ്മൾ ആദ്യം ഫീൽഡാണ് ചെയ്തത്. പക്ഷെ ഡ്യൂ വലിയൊരു ഒരു പക്ഷേ ഡ്യൂ പേടിച്ചിട്ടായിരിക്കും അത് ചെയ്തത്. പക്ഷെ ഡ്യൂ വലിയ ഫാക്ടറായിട്ട് തോന്നുന്നില്ല. 1 o'clock സ്റ്റാർട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്ത് റൺസ് ഓൺ ബോർഡ് ഇടുക. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഈ വലിയ പ്രഷർ ഗെയിമുകളിലൊക്കെ എപ്പോഴും ഈസി ആയിരിക്കത്തില്ല. സോ 270, 280 ആദ്യം ബാറ്റ് ചെയ്ത് നേടുകയാണെങ്കിൽ എപ്പോഴും ചേസിങ് ടീമിന് അത് എളുപ്പമായിരിക്കത്തില്ല, ഇതുപോലെ സ്ലോ കണ്ടീഷൻസിൽ. ഈ നമ്മുടെ ഒരു ബൗളിംഗ് ലൈനപ്പ് ആയിരിക്കും നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പ്രതീക്ഷിക്കുക അല്ലേ? ഈ സ്പിന്നേഴ്സിന് കുറച്ച് മുൻതൂക്കം കിട്ടുന്ന ഒരു ഇതാണ്, പിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 സ്പിന്നേഴ്സിനെയും കൊണ്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അവിടെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അവർ പേസേഴ്സിലാണ് കുറച്ചും കൂടി പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ആ ഒരു ബൗളിംഗ് ലൈനപ്പ് രണ്ട് ടീമിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം, അതിലും സംശയമൊന്നുമില്ല. ഷമിയുടെ ഫോം കഴിഞ്ഞ കളിയിൽ 5 വിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്.
അതേ ന്യൂ ബോളിൽ വിക്കറ്റ് എടുത്തു, വീണ്ടും ഡെത്ത് ഓവേഴ്സിൽ വന്ന് 3 വിക്കറ്റ് എടുത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഹർഷിത് റാണ യുനോ ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റത്തില്ല. ആസ് എ ന്യൂ കമർ, ഓൾമോസ്റ്റ് ആദ്യത്തെ ടൂർണമെന്റ് കളിക്കുന്നു. അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ റോള് നിർവഹിച്ച് പോകുന്നുണ്ട്. അതിനുശേഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്പിൻ ഡിപ്പാർട്ട്മെന്റ്, ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ്, ഇതുപോലത്തെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും ഉള്ളപ്പോൾ ഇന്ത്യക്ക് ഐ തിങ്ക് ഒരു ലെഗ് സ്പിന്നറിന്റെ കുൽദീപ് ഉള്ളത് കൊണ്ട് ആ റിസ്റ്റ് സ്പിന്നറിന്റെ സാന്നിധ്യവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെയാണ് മുൻതൂക്കം, സംശയമൊന്നുമില്ല. ഒരു പക്ഷേ ഹർഷദീപ് സിംഗിനെ ഈ കളിയിൽ പരിഗണിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എവിടെയെങ്കിലും ടൂർണമെന്റിൽ ഹർഷദീപ് സിംഗ് വരും, സംശയമൊന്നുമില്ല. പക്ഷേ ഹർഷിത് റാണയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ഹർഷദീപ് സിംഗിനെ കാണാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലൊരു വേരിയേഷൻ, ബോളിംഗ് ലൈനപ്പിൽ ഒരു വേരിയേഷൻ, ലെഫ്റ്റ് ആം സീമർ വരുമ്പോൾ, ഇത്രയും ഓപ്ഷൻസ് ഉള്ള ഒരു ലെഫ്റ്റ് ആം സീമർ ആ ബോളിംഗ് ലൈനപ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്നും കൂടെ മൂർച്ചപ്പെടുത്തും നമ്മുടെ ബോളിംഗ് ലൈനപ്പിൽ. ഈ ബുംറ ഇല്ല എന്നതായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ആഘാതം, ബുംറ ഇല്ലാതെ ഇറങ്ങിയാൽ എന്താവുമെന്നാണ്. പക്ഷേ ഹർഷിത് ആ ഒരു ക്ഷീണം മാറ്റി എന്ന് എന്തായാലും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആ ക്ഷീണം മാറ്റുന്ന ഒരു പ്രകടനം തന്നെ ഹർഷിത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അല്ലേ? സംശയമില്ലാതെ തന്നെ പറയാം. ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒരിക്കലും ആവത്തില്ല. ബുംറനെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല, നമുക്കറിയാം. പക്ഷെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ന്യൂ ബോളിൽ ടൈറ്റ് ആയിട്ടുള്ള ഓവേഴ്സ് തരിക, മിഡിൽ ഓവേഴ്സിൽ വന്നൊന്ന് റെസ്ട്രിക്ട് ചെയ്ത്, പവർ പ്ലേ ഓവേഴ്സ് ആണ് ഹർഷിത് റാണയുടെ സ്ട്രെങ്ത്തും. IPL എല്ലാം നമ്മൾ കാണുന്നത് അതാണ്. റൺസ്, ഡെത്ത് ഓവേഴ്സ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാം ആയുധങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പം ബുംറ ചെയ്യുന്ന ജോലികൾ തന്നെ ഹർഷിത് റാണയും നല്ല രീതിയിൽ തന്നെ ചെയ്ത് പോകുന്നു. അപ്പം നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിന്റെ ഒരു ശക്തിയും കൂടെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹർഷിത് റാണ ഈ ടീമിന്റെ ഒരു ഭാഗം ഭാവിയിലും ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൗളിങ്ങും ബാറ്റിങ്ങും ഒക്കെ ഗംഭീരമായാലും ഫീൽഡിംഗ് മോശമായാൽ പോയി. കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ അടക്കം ക്യാച്ചൊക്കെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫീൽഡിങ്ങിൽ ശ്രദ്ധിക്കുക എന്നത് ഇന്നത്തെ കളിയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും? ഫീൽഡിംഗ് എപ്പോഴും അത് നമ്മുടെ എനർജി ലെവൽസിനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ടീമിന്റെ ഒരു ഇന്റന്റ് കാണിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇന്ത്യൻ ടീം ഓൾറെഡി ഒരു ഹൈ പ്രൊഫൈൽ സീരീസ് ഇംഗ്ലണ്ടിനെതിരെ കളിച്ച് വരുന്നു. അതിനുശേഷം വലിയ ബ്രേക്ക് ഒന്നും കിട്ടിയില്ല. നേരെ ദുബായിൽ വരികയാണ് കളിക്കാൻ. അപ്പം അവർക്ക് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഫീൽഡിൽ അവരുടെ എനർജി ലെവൽസ് എത്രത്തോളമാണ്. എനിക്കറിയാം ഈ ടൂർണമെന്റ് തുടരും തോറും അത് ബെറ്റർ ആവത്തേ ഉള്ളൂ. അവർ കുറച്ചും കൂടെ റിക്കവർ ആവും. ബോഡിയിൽ നിന്ന് കുറച്ചും കൂടെ അവർക്ക് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇന്ത്യൻ്റെ കൊണ്ടുവരാൻ പറ്റും. അത് ഒരു വിഷയമല്ല. ഇന്ത്യൻ ടീമിന്റെ ക്വാളിറ്റി എപ്പോഴും ഹൈ ആയിട്ട് തന്നെ നിർത്തിയിരിക്കുന്ന ഒരു ടീമാണ്. തീർച്ചയായിട്ടും അത് ഈ കളിയിൽ നിന്ന് ഇമ്പ്രൂവ് ആവുമെന്നാണ് ഞാൻ കാണുന്നത്. ചുരുക്കത്തിൽ ഇന്ന് ഇന്ത്യ തന്നെ വിജയിക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ടിനു, അല്ലെങ്കിൽ മൊത്തം ക്രിക്കറ്റ് ആരാധകർ, ഇന്ത്യൻ ആരാധകർ പ്രത്യേകിച്ച് ഉള്ളതെന്ന് നമുക്ക് ഒരു ചുരുക്കി അങ്ങ് പറയാം അല്ലേ? പക്ഷെ ഒരു ഫൈറ്റ് വേണം. നമുക്ക് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഒരു വൺ സൈഡഡ് ഗെയിം ആവാൻ ഒട്ടും ആഗ്രഹിക്കാത്ത അതാണ് ക്രിക്കറ്റ് ആരാധകർ. ഫൈറ്റ് എന്തായാലും പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അവര് പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളേഴ്സ് ഇന്ന് ശോഭിക്കാൻ കഴിയുകയാണെങ്കിൽ, ഷഹീൻ ഷാ അഫ്രീദി അദ്ദേഹത്തിന്റെ ബെസ്റ്റ് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ടീമും തീർച്ചയായിട്ടും പാകിസ്ഥാനും ഒരു ചാൻസ് ഉണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട്. ഈക്വൽ സപ്പോർട്ടായിരിക്കും, ഫാൻസിന്റെ സൈഡിൽ നിന്നും ഈക്വൽ സപ്പോർട്ട് അവിടെ ദുബായിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആവേശകരമായ ഒരു മത്സരം ഞാൻ കാത്തിരിക്കുന്നു. ശരി, താങ്ക് യു സോ മച്ച് ടീനു. നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് 2:30 എല്ലാവർക്കും ഒരേപോലെ ആകാംക്ഷയോടെ, ഉദ്വേഗത്തോടെ, പ്രതീക്ഷയോടെ നമുക്ക് മത്സരത്തിലേക്ക് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ടിനു യോഹന്നാനാണ് നമ്മളോട് വിശദമായി ഇന്നത്തെ കളിയുടെ സാധ്യതകളൊക്കെ വിലയിരുത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ദുബായിലാണ് മത്സരം നടക്കുന്നത്. സൂപ്പർ സൺഡേ. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നത് എപ്പോഴും ക്രിക്കറ്റ് ആരാധകർക്കൊരു വലിയ ഉത്സവ കാഴ്ചയാണ്. ആ ഉത്സവ കാഴ്ചയിലേക്കാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉച്ചവരെ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് സാധ്യതകൾ, ഇരു ടീമിൻ്റെയും സാധ്യതകൾ, എന്തൊക്കെയാണ് ശക്തികൾ, എന്തൊക്കെയാണ് ദൗർബല്യങ്ങൾ, അത് വിലയിരുത്തുകയായിരുന്നു ടിനു യോഹന്നാൻ. മറ്റു വാർത്തകളിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം.
വിദ്വേഷ പ്രസംഗത്തിൽ മുൻ എംഎൽഎയും BJP നേതാവുമായ PC ജോർജിനെ നാളെ അറസ്റ്റ് ചെയ്തേക്കും. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ച സാഹചര്യത്തിൽ നാളെ ഹാജരാകാമെന്നാണ് ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നാളെ ഉച്ചയ്ക്ക് മുൻപ് ജോർജ് ഹാജരാകും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നലെ 2 തവണ വീട്ടിലെത്തിയെങ്കിലും ജോർജ് ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ജോർജിന്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വന്നത് നാളെ ഹാജരാകുമെന്ന്. ഒരു അറസ്റ്റിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? നോട്ടീസ് കൈപ്പറ്റി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും. അങ്ങനെയുള്ള, അതായത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന ഒരു കുറ്റമല്ല ജോർജ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ, ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും നാളെ തന്നെ ഹാജരാകാമെന്ന് ജോർജ് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പോലീസ് നേരിട്ട് ഇത് നോട്ടീസ് കൊടുക്കാതെ ഒരു അറസ്റ്റിലേക്ക് പോകില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം പുതിയ BNS വകുപ്പ് പ്രകാരം 7 വർഷത്തിൽ താഴെ കുറ്റം ഉള്ള, അതായത് ശിക്ഷയുള്ള വകുപ്പുകൾ ചേർത്ത കേസുകളിൽ ഈ പ്രതിക്ക് നേരിട്ട് നോട്ടീസ് നൽകേണ്ടതുണ്ട്. പ്രതി നോട്ടീസ് കൈപ്പറ്റിയാൽ മാത്രമാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കോ തുടർ നടപടികളിലേക്കോ കടക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വിദ്വേഷ പ്രസംഗങ്ങളിലൊക്കെ കണ്ടതുപോലെ നാടകീയമായൊരു രാത്രി അറസ്റ്റ് അങ്ങനെയൊന്നിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെ, അങ്ങനെ ഒരു സാഹചര്യമില്ല, നിയമപരമായി അങ്ങനെ കഴിയില്ല എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നാളെ പോലീസിന് കൂടി സൗകര്യമുണ്ടോ എന്നതാണ് ഇനി ബാക്കി അറിയാനുള്ളത്. പോലീസ് സ്വാഭാവികമായും പുതിയ നോട്ടീസ് നൽകേണ്ടതുണ്ട്. അതൊരു പക്ഷേ നാളെ രാവിലെ നൽകിയാലും മതിയാകും. ഇപ്പോൾ ഇന്നലെ തന്നെ രാവിലെ നൽകിയിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാളെ നൽകാനുള്ള സാധ്യതയുമുണ്ട്. PC ജോർജ് സ്ഥലത്തില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയാണ് മകൻ ഷോൺ ജോർജ് പാലാ DYSPക്ക് നേരിട്ടെത്തി ഈ കത്ത് കൈമാറിയിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ തുടർ തീരുമാനം നാളെ തന്നെ ചോദ്യം ചെയ്യുമോ എന്നത് മാത്രമാണ് ഇനി ബാക്കി അറിയാനുള്ളത്. അതിൽ എന്തായാലും പുതിയ നോട്ടീസ് നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ നാളെ അത് നൽകി നാളെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നാളെ തന്നെ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കോട്ടയത്ത് അന്തരിച്ച CPM ജില്ലാ സെക്രട്ടറി AV റസലിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങ്. ഇന്നലെ CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി നിരവധി പേർ ഇന്നലെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. തെലങ്കാനയിൽ നിന്ന് വലിയൊരു അപകടത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം അതീവ ദുഷ്കരമാണ്. ടണലിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, അതിനകത്ത് വെള്ളമുണ്ട്, ചെളിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ടണലിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോകുന്നത്? ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. കാരണം 44 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ SLBC ടണൽ നാഗർ കുർണൂലിലേത്. അവിടെയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഈ ടണലിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ അകത്ത് വെച്ചാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇപ്പോഴും മണ്ണിടിഞ്ഞിട്ടുണ്ട് കാര്യമായി തന്നെ. ഇത് കൂടാതെ ടണലിനകത്തേക്ക് ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. ഈ ചെളിയാകട്ടെ ഏതാണ്ട് 4 അടി ഉയരത്തിൽ ചെളിയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങോട്ട് പ്രവേശിക്കുക ദുഷ്കരമാണ് എന്നാണ് ഇപ്പോൾ രക്ഷാസംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലുള്ള പോംവഴി ഒന്ന് പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മാത്രവുമല്ല, ഈ ടണൽ തുറക്കാൻ കഴിയാത്ത സാഹചര്യം അതും ദുഷ്കരമാണ് എന്നാണ് ദൗത്യസംഘം പറയുന്നത്. കാരണം ടണലിന് മുകളിലുള്ള പാറ ഏതാണ്ട് 400 മീറ്റർ ഉണ്ട്. അപ്പോൾ അത് തുറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ ഏറ്റവും സാധ്യമായ പോംവഴി ഈ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഒഴിവാക്കുക എന്നുള്ളതാണ് രക്ഷാദൗത്യ സംഘം പറയുന്നത്. ഏതായാലും രാത്രിയോടുകൂടി സൈന്യം അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏതാണ്ട് 120-ലധികം വരുന്ന NDRFിൻ്റെ സംഘം, 100-ലധികം വരുന്ന SDRFിൻ്റെ സംഘം എല്ലാവരും തന്നെ ഈ സ്ഥലത്തുണ്ട്. ഇന്നലെ രാവിലെ 8:30 ഈ അപകടം നടക്കുന്നത്. 60 പേരടങ്ങുന്ന സംഘമാണ് ഈ ടണലിനകത്തേക്ക് പ്രവേശിച്ചത്. ഈ അപകടം ടണലിനകത്ത് പ്രവേശിച്ച ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ഈ അപകടം നടക്കുകയും ചെയ്തു.
ഈ അപകടത്തിൽപ്പെട്ട 8 പേര് അവർ ഫ്രണ്ട് സെഷനിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണെന്നാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം പറയുന്നത്. മറ്റ് ഈ ടണൽ ബോറിംഗ് മെഷീന്റെ സമീപത്തുണ്ടായിരുന്ന മറ്റ് 52 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുകൾ ജാർഖണ്ഡ്, ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, ജമ്മു കശ്മീർ സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ സംഘം പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി സംസാരിച്ചു, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ രക്ഷാ ദൗത്യ സംഘത്തെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. അപ്പോഴും ഈ ചെളി നിറയുന്നത് തന്നെയാണ് രക്ഷാദൗത്യത്തിന് ഏറ്റവും വെല്ലുവിളിയായി തുടരുകയും ചെയ്യുന്നത്. ശ്രീജ. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ വളരെ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. പ്രയാഗ്രാജിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കൻ്റെ കാഴ്ചകൾ കൗതുകമാവുകയാണ്. 8 മാസം മാത്രം പ്രായമുള്ള യുവൻ ആണ് തീർത്ഥസ്നാനം നടത്തിയത്. ത്രിവേണിയിലെ കൊടിയ തണുപ്പൊന്നും യുവന് പ്രശ്നമായില്ല. അച്ഛന്റെ ചാരത്തിരുന്ന് ഗംഗയിൽ മുങ്ങിയപ്പോൾ തണുപ്പെല്ലാം ഭക്തി അലിയിച്ചു കളഞ്ഞു. അങ്ങനെ മഹാകുംഭമേളയുടെ ഭാഗമായി ഈ 8 മാസക്കാരൻ. മുക്കം സ്വദേശി അഖിൽദാസിന്റെയും തീർത്ഥയുടെയും മകനാണ് യുവൻ. കേരളത്തിൽ നിന്നുള്ള നൈറ്റ് റൈഡേഴ്സ് സംഘടിപ്പിച്ച 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 32 പേരടങ്ങുന്ന ഗ്രൂപ്പിനോടൊപ്പമാണ് യുവൻ തീർത്ഥസ്നാനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, News 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശ്, ബീഹാർ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. ഇന്ന് മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ല സന്ദർശിക്കുകയും ഉച്ചയ്ക്ക് 2 മണിക്ക് ബാഗേശ്വർ ധാം മെഡിക്കൽ ആൻഡ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്യും. നാളെ രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി ഭോപ്പാലിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബീഹാറിലെ ഭഗൽപൂരിലേക്ക് തിരിക്കും. ഗുവാഹത്തിയിൽ ജുമോയർ ബിനന്ദിനി 2025 പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫെബ്രുവരി 25-ന് ഗുവാഹത്തിയിൽ അഡ്വാൻറ്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൗകര്യ ഉച്ചകോടിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ജർമ്മനിയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പാണ്. 6 കോടിയോളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. CDU-CSU സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് പ്രീ പോൾ സർവേകൾ സൂചിപ്പിക്കുന്നത്. തീവ്ര വലതുപക്ഷമായ AFD നേട്ടമുണ്ടാക്കുമെന്നും സർവേകൾ സൂചിപ്പിക്കുന്നു. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, 6 കോടി വോട്ടർമാരോളം എത്തുന്ന തെരഞ്ഞെടുപ്പ് എന്തൊക്കെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, ജർമ്മൻ ചാൻസലറായിരുന്ന ഒലാഫ് ഷോൾസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായതോടുകൂടിയാണ് ജർമ്മനി വീണ്ടും വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. ഏതായാലും 6 കോടി വോട്ടർമാർ ജർമ്മനി ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും. തീർച്ചയായും മുൻകാലങ്ങളിലൊക്കെ തന്നെ CDU-CSU സഖ്യം, ഒപ്പം തന്നെ SPD സഖ്യം, ഈ 2 കക്ഷികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട പോരാട്ടമാണ് ജർമ്മനിയിൽ നടന്നിരുന്നെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആ പതിവ് രീതിക്ക് മാറ്റം കൊണ്ടുവരും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFD ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. മാത്രവുമല്ല, പ്രീപോൾ സർവേകളൊക്കെ തന്നെ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ 20% വോട്ടെങ്കിലും ഇവർ നേടും എന്നാണ് പ്രീപോൾ സർവേകൾ പറയുന്നത്. അതായത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയാകാനുള്ള സാധ്യതയുണ്ടെന്ന പ്രവചനങ്ങൾ വലിയ ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ, പ്രീപോൾ സർവേകളൊക്കെ തന്നെ അനുസരിച്ച് CDU-CSU സഖ്യം തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും. പക്ഷേ അവർക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാകില്ല. ഗ്രീൻ പാർട്ടി അടക്കമുള്ള ചെറിയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പ്രീപോൾ സർവേകൾ നൽകുന്നുണ്ട്. ഏതാണ്ട് 29% വോട്ടുകൾ ഈ സഖ്യം നേടും എന്നാണ് പ്രവചനം. മാത്രവുമല്ല, ഈ സഖ്യത്തിൻ്റെ നേതാവായ ഫെഡറിക് മേഴ്സ് പുതിയ ചാൻസലറാകാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 3 വർഷത്തിന് ശേഷം ഇവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്നു. നേരത്തെ അഞ്ജല മെർക്കലിൻ്റെ പാർട്ടിയാണ് ഈ CDU. അപ്പോൾ ആ പാർട്ടിയുടെ കക്ഷി തന്നെ വീണ്ടും 3 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ പോലും ഈ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFD എന്ത് തരം മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യം വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി, യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഇതൊക്കെ വോട്ടെടുപ്പിനെ എങ്ങനെ പ്രതിഫലിക്കും, വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഈ ജനവിധിയിൽ നിർണായകമാവും. ഏതായാലും ഇന്ത്യൻ സമയം 11 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. ശ്രീജ. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ജർമ്മനിയിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ്.
പാർലമെന്റിന് മുന്നിൽ VP സുഹ്രയുടെ നിരാഹാര സമരം ഇന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ ന്യൂസ് 18 VP സുഹ്രയുമായി സംസാരിച്ചിരുന്നു. ഒറ്റയാൾ പോരാട്ടത്തിലാണ് അവരുള്ളത്. മുസ്ലിം പിന്തുടർച്ചാവകാശം ഭേദഗതി ചെയ്യണമെന്നും തുല്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വരെ മടിക്കില്ലെന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയാണെന്നും VP സുഹ്ര പറഞ്ഞു. ഒരു പുരുഷന് പിന്തുടർച്ചാവകാശത്തിൽ ഒരു പുരുഷന് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയേ കിട്ടുന്നുള്ളൂ. ഒറ്റ മകളാണെങ്കിൽ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയേ കിട്ടുന്നുള്ളൂ. ഈ പകുതി ബാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ, പെങ്ങളാണെങ്കിൽ കിട്ടൂല. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കി വരാം. ഇന്ന് ഇത് സംഭവിക്കും. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 14ാം ദിവസം. ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും സമരക്കാരുമായി ചർച്ച നടത്തിയേക്കും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF-ന് പുറമെ BJP-യും രംഗത്തെത്തി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ ഇന്ന് കുടിൽ കെട്ടി സമരം. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. 7 മാസമായിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് ആരോപണം. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും ഇന്ന് മഞ്ചേരിയിൽ നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കും. ഭരണഘടനാ വിഷയങ്ങളും വനം വന്യജീവി ആക്രമണം തുടങ്ങി 2 വിഷയങ്ങളാണ് സെമിനാർ. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരി മെട്രോ വില്ലേജിലാണ് പരിപാടി. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങ്. നിരവധി പേർ അദ്ദേഹത്തിന് ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ചു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10-ന് എറണാകുളം YMCA ഹാളിലാണ് വോട്ടെടുപ്പ്. പാർലമെന്റിന് മുന്നിൽ VP സുഹ്രയുടെ നിരാഹാര സമരം ഇന്ന് തുടങ്ങും. മുസ്ലിം പിന്തുടർച്ചാവകാശം ഭേദഗതി ചെയ്യണമെന്നും തുല്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും VP സുഹ്ര. കന്യാകുമാരി തീരത്ത് ഇന്നും കടലാക്രമണ സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കും. തെലങ്കാനയിൽ അപകടത്തെ തുടർന്ന് ടണലിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം ഇന്നും തുടരും. രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു. 8 പേർ ഇപ്പോഴും ടണലിനുള്ളിലാണ്. നിർമ്മാണത്തിലിരുന്ന ടണലിന്റെ ഒരു ഭാഗം തകരുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ ഛത്തർപൂർ ജില്ലയിൽ സന്ദർശനം. ഉച്ചയ്ക്ക് 2 മണിക്ക് ബാഗേശ്വർ ധാം മെഡിക്കൽ ആൻഡ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം. ജർമ്മനിയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പാണ്. 6 കോടിയോളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. CDU, CSU എന്നീ വലത് പാർട്ടികളുടെ സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോളുകൾ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരിന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-ക്ക് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ വമ്പൻ തോൽവി വഴങ്ങിയാണ് പാകിസ്ഥാൻ എത്തുന്നതെങ്കിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച കരുത്തിലാണ് ഇന്ത്യയുടെ വരവ്. ഇതൊക്കെയാണ് ഈ ദിവസം നടക്കാനിരിക്കുന്ന വാർത്തകൾ. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ, ആർക്കൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ ഡേ എന്ന് നോക്കാം. അവർക്കുള്ള ആശംസകൾ പറയാം. ഐറ ജസ്റ്റിൻ്റെ 2ാം പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി പപ്പ ജസ്നും മമ്മി രമ്യയും ഒപ്പം ഞങ്ങളൊക്കെയും. ഐറ കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ അവണൂർ സ്വദേശികളായ ശ്രീലാലിൻ്റെയും ഋതുവിൻ്റെയും മകൾ ഇഹ താനിയയുടെ 5ാം പിറന്നാളാണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ഇഹ.
നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം. നമുക്ക് ഒന്നിച്ച് ആ സന്തോഷം പങ്കിടാം. ന്യൂസ് 18 സ്ക്രീനിലെത്താം. അതിനായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഡേറ്റ് സ്പേസ് ഫോൺ നമ്പർ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഈ കാണുന്നതാണ് 9346975748. ഇനി ജാഗ്രത. തിരുവനന്തപുരത്ത് നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. 3ാം വർഷ വിദ്യാർത്ഥിയായ VL വാലന്റൈൻ ആണ് കൊല്ലപ്പെട്ടത്. മിസോറാം സ്വദേശിയാണ് വാലന്റൈൻ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കം ഒരു കൊലപാതകത്തിലെത്തുക, ഒരു കോളേജിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് എന്ന് അത്യധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയായിരുന്നു സംഭവം? എന്താണ് പോലീസ് പറയുന്ന വിവരങ്ങൾ? ശ്രീജ, തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം നഗരൂരിലെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയായ ബിടെക് വിദ്യാർത്ഥിയായ മിസോറം സ്വദേശി വാലന്റൈനാണ് ഇന്നലെ രാത്രി 11 മണിയോടെ ഈ അതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ മറ്റൊരു മിസോറം സ്വദേശിക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. അതായത് കോളേജിനോട് തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് അവർ താമസിച്ചിരുന്നത്. 2 വ്യത്യസ്ത മുറികളിലായിരുന്നു താമസിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്നവർ മദ്യപിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലും അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ലാമ എന്ന 3ാം വർഷ ബിടെക് വിദ്യാർത്ഥിയുമായി വാക്കുതർക്കമുണ്ടായി. ആ തർക്കത്തിനൊടുവിൽ 4ാം വർഷ വിദ്യാർത്ഥിയായ വാലന്റൈനെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ലാമ കുത്തുകയായിരുന്നു. തൽക്ഷണം വാലന്റൈൻ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഈ 3ാം വർഷ വിദ്യാർത്ഥിയായ മിസോറം സ്വദേശി ലാമയെ നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കോളേജ് ക്യാമ്പസിൽ വെച്ചല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോളേജിന് പുറത്തുള്ള ഇവർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കം പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. പോലീസ് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പങ്കുവെക്കാറായിട്ടില്ല. ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യമടക്കം അറിയുന്നതിന് വേണ്ടി ഈ മിസോറം സ്വദേശിയായ ലാമയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് എന്നാണ് നഗരൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 23 വയസ്സുകാരനാണ് മിസോറം സ്വദേശിയായ മരണപ്പെട്ട വാലന്റൈൻ. ഡാൻ, ഈ കോളേജിൽ ഈ മിസോറാമിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ കൂടുതലുണ്ടോ? വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇങ്ങനെ ഒരു കത്തിക്കുത്തിലേക്കൊക്കെ ഒരു സാധാരണ തർക്കം കലാശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ അതൊക്കെ കേട്ടിട്ടുള്ളത് വലിയ ഒരു മുതിർന്നവരിലൊക്കെ കേട്ടിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട്? എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു സൂചനകൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ ഇതിലേക്ക് നയിച്ച ഇങ്ങനൊരു പ്രകോപനത്തിലേക്ക് ഈ 3ാം വർഷ വിദ്യാർത്ഥിയെ നയിച്ച കാര്യം എന്തെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് അവർ പറയുന്നു. പക്ഷേ ഇവർ ഇടയ്ക്ക് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കളടക്കം നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസവും ഈ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് അവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചത്. അങ്ങനെ മദ്യപിക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ആ വാക്കേറ്റം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ലാമ വാലന്റൈനെ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ആക്രമിച്ചത് എന്ന വിവരങ്ങളാണ് ഇതിനോടകം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിന് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത്, നേരത്തെ തൊട്ടേ എന്തെങ്കിലും തർക്കങ്ങൾ ഇവർ തമ്മിൽ നിലനിന്നിരുന്നു, ഈ കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഞെട്ടിക്കുന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരൂർ ആറ്റിങ്ങലിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കം അതിലൊരാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. മിസോറാം സ്വദേശിയായ വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അരളിക്കോണം സ്വദേശി രേഷിയാണ് കൊല്ലപ്പെട്ടത്. മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന, മദ്യപാനത്തിനിടയിലെ ഒരു പ്രകോപനമാണ് ഇതിന് തൊട്ടു മുൻപത്തെ കൊലപാതകം. ഒരു അമ്മയെ തലക്കടിച്ച് കൊല്ലാൻ മാത്രം എന്താണ് പ്രകോപനം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ കൊലപാതകം എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രതിയായ രഘു ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളായിരുന്നു. ഇതിനായി ഇയാൾ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം സംഭവിക്കുന്നതും. മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ചികിത്സ തേടുന്നുണ്ട്. ഇതിനിടയിൽ കുടുംബ പ്രശ്നമുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഹോളോ ബ്രിക്സ് കൊണ്ടാണ് ഇന്ന് പുലർച്ചെ 4:30 അമ്മയുടെ തലക്കടിച്ച് ഈ മകൻ കൊലപ്പെടുത്തുന്നത്. രേഷി 55 വയസ്സാണ് രേഷിക്ക്. ഇന്ന് പുലർച്ചെ ഈ തലക്കടിച്ച ആഘാതത്തിൽ തന്നെ ഉടൻ തന്നെ ഈ രക്തസ്രാവം ഉൾപ്പെടെ സംഭവിച്ച് മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ രേഷിയുടെ മൃതദേഹമുള്ളത് കോട്ടത്തറ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ഉടൻ തന്നെ ഈ അഗളിയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും. മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉടൻ തന്നെ പുരോഗമിക്കും. എന്തായാലും ഈ മകൻ സ്വന്തം അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന ഒരു വാർത്ത അത് ഏറെ ഞെട്ടലോട് കൂടിയാണ് ആ നാട്ടുകാർ ഇന്ന് കേട്ടുണർന്നത്. ഒപ്പം തന്നെ ഈ രഘു ഈ മാനസിക പ്രശ്നങ്ങളുള്ള ആളായതുകൊണ്ട് തന്നെ ഇനി എത്തരത്തിലായിരിക്കും ഈ പോലീസ് നടപടി അല്ലെങ്കിൽ മറ്റ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതും അല്ലെങ്കിൽ ശിക്ഷാവിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ മാനസിക പ്രശ്നമുള്ള ആളാണ്, ചികിത്സയിൽ തുടരുന്ന ആളാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു കുടുംബ പ്രശ്നം ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക്, അതും സ്വന്തം അമ്മയെ ചെയ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അത് ഏറെ ഞെട്ടലോട് കൂടി തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ നോക്കിക്കാണുന്നതും. ശ്രീജ. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പുന്നപ്രയിൽ യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭാര്യയെയും ആൺസുഹൃത്തിനെയും പ്രതിയാക്കി കേസെടുക്കാൻ നിർദ്ദേശിച്ചു കോടതി. അമ്പലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. ആത്മഹത്യ ചെയ്ത റംഷാദിന്റെ അച്ഛന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ഒക്ടോബർ 13 പുന്നപ്ര ഷെജീന മൻസിൽ റംഷാദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ സമീനയ്ക്ക് മനോജ് നാളുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് റംഷാദിന്റെ കുടുംബം പറയുന്നു. ഇതാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി റംഷാദിന്റെ പിതാവ് മുഹമ്മദ് രാജ കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്റെ മകൻ റംഷാദ് 13/10/2024 ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ കാരണം അവൻ്റെ ഭാര്യ മാനസികമായിട്ട് പീഡിപ്പിച്ച് ഗത്യന്തരമില്ലാതെ വന്ന് അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാരണം അവളുടെ മാമയുടെ മകനുമായിട്ട് അഭിഹിത ബന്ധമുണ്ടായിരുന്നു. 2020 മണ്ണഞ്ചേരി പൊന്നാട് സ്വദേശി സമീനയും പുന്നപ്ര സ്വദേശി റംഷാദും വിവാഹിതരായത്. മാനസിക പീഡനങ്ങളിൽ മനംനൊന്താണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് പിതാവ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു. തുടർന്നാണ് സമീനയ്ക്കും ആൺസുഹൃത്ത് മനോജിനുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. മരുമകളെയും അവരുടെ അമ്മയെയും ആൺസുഹൃത്തിനെയും പ്രതി ചേർക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 ആലപ്പുഴ. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ 150 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ സ്വീകരിച്ച ശേഷം ഉടമകൾ മുങ്ങിയെന്നാണ് പരാതി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയതെന്നാണ് ആക്ഷേപം. $10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 മുതൽ $1,00,000 രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ബില്യൺ ബീസ് എന്ന ഷെയർ ട്രേഡിംഗ് സ്ഥാപനത്തിനെതിരെയാണ് പരാതി. 32 പേരുടെ പരാതിയിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ ബിബിൻ കെ ബാബു, ഭാര്യ ജേത, സഹോദരൻ സുബിൻ കെ ബാബു, ലിബിൻ എന്നിവരുടെ പേരിൽ പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 32 പേരിൽ നിന്നായി 150 കോടിയിലേറെ രൂപ ബില്യൺ ബീസ് ഉടമകൾ തട്ടിയെടുത്തെന്നാണ് പരാതി. ആദ്യകാലങ്ങളിൽ നിക്ഷേപകർക്ക് കൃത്യമായി ലാഭവിഹിതം നൽകിയിരുന്നു. ഇതോടെയാണ് സ്ഥാപനത്തിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ പണം നിക്ഷേപിച്ചത്. എന്നാൽ
പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ കിട്ടാതായി. ആളുകൾ പണം ആവശ്യപ്പെട്ടെത്തുന്നത് പതിവായതോടെ മാസങ്ങൾക്ക് മുമ്പ് അത്യാഡംബരപൂർവ്വം നിർമ്മിച്ച സ്ഥാപനം അടയ്ക്കുകയായിരുന്നു. ചാലക്കുടി റോഡിൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിന് എതിർവശത്തും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഇതും അടച്ചതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ 23-നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് അവർ ബാങ്കിലേക്ക് തന്നിരുന്നു. അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് 1-2 പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് 1-2 പ്രാവശ്യം തന്നത്. അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 150 പേരെ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. അതിൽ പലരോടും കോടികൾക്ക് മേലെ നിക്ഷേപം ഇട്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ ഡിസംബർ 14-ാം തീയതി SP-ക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത്. ലാഭവിഹിതം മുടങ്ങിയതോടെ നിക്ഷേപകർ പണം തിരികെ ചോദിച്ചെത്തിയപ്പോൾ ബില്യൺ ബീസ് ഉടമകൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. പണം ലഭിക്കാനുള്ള നിക്ഷേപകരുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്കും രൂപം നൽകിയിട്ടുണ്ട്. 150ഓളം പേർ ഇപ്പോൾ തന്നെ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം. 30 പവനോളം സ്വർണമാണ് മോഷണം പോയത്. കുമരനെല്ലൂർ കൂടങ്ങര മുക്കിൽ വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം. മുക്കം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവരങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നു. ഗുലാം, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനങ്ങൾ? കഴിഞ്ഞ ദിവസം കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഷെറീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇവര് ബന്ധു വീട്ടിൽ സൽക്കാരത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത്. 8 മണിക്കും 10 മണിക്കും ഇടയിലായിട്ടാണ് മോഷണം നടന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. 30 പവനോളം സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. വീടിന്റെ ഓട് ഇളക്കി അകത്ത് കയറിയാണ് മോഷണം നടന്നിട്ടുള്ളത്. വീട്ടുകാർ തിരിച്ച് ബന്ധുവീട്ടിൽ നിന്നും എത്തിയ സമയത്താണ് വീടിന്റെ അകത്ത് വീടിന്റെ ഡോറ് അകത്തു നിന്നും അടച്ചതിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഓടിളക്കി വീടിനകത്ത് അലമറ എല്ലാം വലിച്ചു വാരിയ നിലയിലും ഓട് ഇറക്കിയ നിലയിലും കണ്ടെത്തിയത്. മുക്കം പോലീസ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പരിശോധനകളും നടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും എല്ലാം എത്തി പരിശോധന നടക്കും എന്നാണ് പറയുന്നത്. ശരി, മുക്കത്ത് നിന്നാണ് ഗുലാം നബി ആസാദ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് തുണിക്കടയ്ക്ക് തീപിടിച്ചു. മദർ ഇന്ത്യ എന്ന തുണിക്കടയ്ക്കാണ് രാവിലെ 6 മണിയോടെ തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, എത്രത്തോളം ഗുരുതരമായൊരു തീപിടുത്തമാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, കാഞ്ഞങ്ങാട് നഗരത്തിനോട് ചേർന്ന് മാർക്കറ്റ് റോഡിലെ മദർ ഇന്ത്യ എന്ന സ്ഥാപനത്തിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. രാവിലെ 6:50 കൂടിയാണ് ഈ തീ പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും നിലവിൽ ശക്തമായ പുക ഈ കടയിൽ നിന്നും ഉയരുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇതിനകത്ത് വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് കാഞ്ഞങ്ങാട് നിന്നെത്തി ഇപ്പോൾ ഇതിനകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനകത്ത് തീ നിയന്ത്രണ വിധേയമായി എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും അകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രത്തോളം വസ്ത്രങ്ങളൊക്കെ വലിയ തോതിൽ ഷെൽഫും മറ്റും ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇതിനകത്ത് കടക്കാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. എന്തായാലും ശക്തമായ പുകയാണ് ഇതിനകത്ത് നിന്നും ഉയരുന്നത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോൾ ഇതിനകത്ത് കയറി ഇനി ഏതെങ്കിലും ഭാഗങ്ങളിൽ തീ അവശേഷിക്കുന്നുണ്ടോ എന്ന പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ശ്രീജ. KV ബൈജു ആണ് കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകിയത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂരിൽ അതിർത്തി തർക്കത്തെ ചൊല്ലി അയൽവാസികൾ തമ്മിൽ സംഘർഷം.
അയൽവാസിയുടെ തല അടിച്ചു തകർത്തു. പുറമണ്ണൂർ സ്വദേശി പാലക്കണ്ണി നാസറിനെ പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളാഞ്ചേരി പുറമണ്ണൂരിലാണ് അതിർത്തി തർക്കത്തെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം ആക്രമണത്തിൽ കലാശിച്ചത്. പുറമണ്ണൂർ സ്വദേശി പാലക്കണ്ണി നാസറിനെ അയൽവാസികളായ സഹോദരങ്ങൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. നാസറിന്റെ പറമ്പിലേക്ക് നിന്നിരുന്ന വാഴ ഇലക്ട്രിക് കമ്പിയിൽ തട്ടിക്കിടന്നിരുന്നു. അപകടം ഭയന്ന് ഇത് വെട്ടിമാറ്റാൻ നാസർ അയൽവാസികളോട് ആവശ്യപ്പെട്ടു. വാഴ വെട്ടിമാറ്റാൻ തയ്യാറാവാത്തതിനാൽ നാസർ KSEBയിൽ വിവരമറിയിക്കുകയും അവർ എത്തി വെട്ടിമാറ്റുകയും ചെയ്തു. ഇതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമാണ് അടിപിടിയിൽ കലാശിച്ചത്. ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാസറിനെ കമ്പിവടി ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ചായ കുടിക്കുന്ന ടൈമില് ബാക്കിൽ നിന്ന് വന്നിട്ട് കമ്പിയേറ്റ് അടിച്ചതാണ്. ഒരുത്തൻ കമ്പിയേറ്റ് അടിച്ചു, ഫ്രണ്ടിൽ നിന്ന് ഒരാൾ അടിച്ചു. അങ്ങനെ അറിയാത്ത ലെവലിലുള്ള അടിയാ ബാക്കിൽ നിന്ന് അടിച്ചത്. പിന്നെ തലക്കടിച്ച് ഒറ്റ അടി അടിച്ച സമയത്ത് തന്നെ എൻ്റെ തല പൊട്ടി. അവനവൻ്റെ തല ഇടയ്ക്ക് പിടിച്ചതിന് പുറത്ത് കൊടുന്നു. വീണ്ടും വന്ന് അടിച്ച അടി ബാക്കിൽ കൊണ്ടിട്ട് പിന്നെ ഒരു മുറിയുണ്ട്. അങ്ങനെ വന്ന് ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊടുന്നു. കൊല ചെയ്യാനുള്ള പരിപാടിക്കായിട്ട് വന്നതാണ്. കരുതി കൂട്ടി വന്നതാണ്. ഇവർ ജാസ്നും കൂടി കമ്പ്യൂട്ടർ. അടിയുടെ ആഘാതത്തിൽ നാസറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാസർ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളാഞ്ചേരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരൂർ. കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട ബുള്ളറ്റ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഒരാൾ മരിച്ചു. മയ്യനാട് സ്വദേശി കാർലോസ് ആണ് മരിച്ചത്. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എപ്പോഴായിരുന്നു അപകടം? ശ്രീജ, കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ കാർലോസും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ജാനിസും കൂടി സഞ്ചരിച്ച വാഹനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. ബുള്ളറ്റിലായിരുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ വാഹനം ഓടിച്ചിരുന്ന കാർലോസ് ആണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ട് വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഗുരുതര പരിക്കേറ്റ് ഇരുവരെയും കൊട്ടാര താലൂക്ക് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ കാർലോസിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. പുല്ലൂരിൽ ഒരു വിവാഹ പാർട്ടി കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മടങ്ങി അവരുടെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് കൊട്ടാരക്കരയിൽ വിദ്യാസ് ആശുപത്രിക്ക് സമീപം അപകടം സംഭവിച്ചത്. ശ്രീജ, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് റിട്ടയർഡ് ASI മനോഹരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി നാളെ. 3 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞിരംകുളം സ്വദേശികളായ സുരേഷ്, വിജയൻ, ഇയാളുടെ മകൻ സുനിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. ജനുവരി 27 കാഞ്ഞിരംകുളം സ്വദേശിയും റിട്ടയർഡ് ASIയുമായ മനോഹരൻ കൊല്ലപ്പെട്ടത്. അയൽവാസികളായ പ്രതികൾ മനോഹരന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കമ്പിപ്പാര കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഭാര്യ അനിതയെയും പ്രതികൾ മർദ്ദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മനോഹരൻ മരിച്ചത്. കൃത്യത്തിന് 2 നാൾ മുമ്പ് നെയ്യാറ്റിങ്ങര താലൂക്ക് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പ്രതികളുടെ വീടിന് സമീപത്തെ പുറമ്പോക്ക് സ്ഥലത്തിന്റെ അതിര് നിർണയിച്ചിരുന്നു. ഇതിന് കാരണം മനോഹരനും ഭാര്യയും പരാതി നൽകിയതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വാക്കേറ്റവും ആക്രമണവും ഉണ്ടായത്. കേസിൽ കാഞ്ഞിരംകുളം സ്വദേശികളായ സുരേഷ്, വിജയൻ, ഇയാളുടെ മകൻ സുനിൽ എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ശിക്ഷയിന്മേൽ ഇരുഭാഗത്തിന്റെയും വാദം കേൾക്കുന്നതിനും വിധി പറയുന്നതിനുമായി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ജാമ്യത്തിലായിരുന്ന പ്രതികളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A. അജിത് കുമാർ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കോട്ടയം പുതുപ്പള്ളിയിൽ ATM കൗണ്ടറും കാറുകളും അക്രമികൾ അടിച്ചു തകർത്തു. ആക്രമണത്തിനിടെ ഒരാൾക്ക് കഴുത്തിന് വെട്ടേറ്റു. വെട്ടേറ്റയാളെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു.
താമരശ്ശേരി ചുരത്തിൽ യുവാവ് കൊക്കയിലേക്ക് വീണ് മരിച്ചു. തോടന്നൂർ സ്വദേശി അമലാണ് കൊക്കയിൽ വീണ് മരിച്ചത്. താമരശ്ശേരി ചുരം 9-ാം വളവിന് സമീപമാണ് അപകടം. വയനാട്ടിലേക്ക് ടൂറ് പോയതായിരുന്നു അമലും സംഘവും. അമലടക്കം 13 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് രാവിലെയിലെ മറ്റു വാർത്തകളുമായി മടങ്ങിയെത്താം.